Hello friends, welcome to my YouTube channel Haru and Tanu. എന്നോട് സ്ഥിരം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചെടികൾക്ക് എന്ത് വളമാണ് ഇട്ടു കൊടുക്കുന്നതെന്ന്. അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് ചെടികൾക്ക് ഇട്ടു കൊടുക്കാവുന്ന 5 വളങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കുറച്ചു നാൾ മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് സ്ഥലമുള്ള ആൾക്കാർക്ക്, അതായത് ഫ്ലാറ്റിൽ താമസിക്കുന്നവരോ അതുപോലെ ചെറിയ ബാൽക്കണി ഉള്ളവരോ ഒക്കെ എങ്ങനെയാണ് കിച്ചണിലുള്ള വേസ്റ്റ് എഫക്റ്റീവായിട്ട് ചെടികൾക്കുള്ള വളമായിട്ട് മാറ്റാൻ കഴിയുന്നു എന്നതിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും കാണാത്തവർ അത് കാണുക. നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റ് തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള വളമായിട്ട് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ ചെടികൾക്ക് സാധാരണയായിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു തരത്തിലുള്ള വളങ്ങളും ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്ന ഒരു നല്ല വളമാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം നല്ലവണ്ണം പുളിപ്പിച്ചതിന് ശേഷം നല്ലോണം നേർപ്പിക്കുക. എന്നിട്ടത് ചെടികൾക്ക് വളമായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പുളിപ്പിക്കാനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഒരു ബൗളിൽ ഒരു ദിവസം, അതായത് ഒരു രാത്രി റൂം ടെമ്പറേച്ചറിൽ എടുത്തു വയ്ക്കാവുന്നതാണ്. കൂടുതൽ നാൾ വെച്ചാൽ നല്ലതാണ്, പക്ഷെ കഞ്ഞിവെള്ളത്തിന് വളരെ മോശമായിട്ടുള്ളൊരു മണം വരും 2 ദിവസം കഴിയുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഒരു ദിവസത്തിന് ശേഷം കഞ്ഞിവെള്ളം ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് ചെടികളുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. കഞ്ഞിവെള്ളം പുളിപ്പിക്കാനായിട്ട് പുറത്ത് വെക്കുമ്പോൾ 2ാമത്തെ ദിവസം അതിങ്ങനെ കട്ടയായിട്ടിരിക്കും. അതിനു വേണ്ടി നമ്മൾ ആ പച്ചമുളകിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായില്ലേ, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അരിപ്പയിലൂടെ അരിച്ച് കഞ്ഞിവെള്ളം ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന്. അതുപോലെ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഡൈല്യൂട്ടാക്കി ചെടികൾക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കഞ്ഞിവെള്ളം വളരെ നല്ലൊരു വളമാണ്. ചെടികളുടെ ഗ്രോത്തിനും നല്ല പുതിയ ഇലകൾ വരാനും പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും ഒക്കെ വളരെ നല്ലൊരു വളമാണ്. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് പച്ചക്കറി വേസ്റ്റ്. നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പച്ചക്കറികൾ, സവാള, അതുപോലെ തന്നെ ക്യാരറ്റ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, ബീൻസ്, ഏത് പച്ചക്കറി ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ പീൽസ് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വീടിൻ്റെ ചുറ്റും ധാരാളം സ്ഥലമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്തരം വേസ്റ്റ് കൊണ്ടുപോയി ചെടിയുടെ കടയ്ക്ക് ഇട്ടാൽ അത് ഒരാഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷമോ അത് ദ്രവിച്ച് ഇല്ലാതായി പോയിക്കൊള്ളും. എന്നാൽ നമ്മൾ താമസിക്കുന്നത് ഒരു ചെറിയ ഫ്ലാറ്റിലോ അപ്പാർട്ട്മെൻറ്റിലോ ആണ്. നമുക്കൊരു ചെറിയ ബാൽക്കണി ഗാർഡൻ ആണ് ഉള്ളത്. പക്ഷെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ടുപോയി ചെടികളുടെ കടയ്ക്ക് ഇട്ടാൽ ധാരാളം കണ്ണീച്ചകളോ അല്ലെങ്കിൽ വേംസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ കാണാത്തവർ അതൊന്ന് തീർച്ചയായിട്ടും പോയി കാണുക. അതിൽ ഞാനൊരു നീം ഓയിലിൻ്റെ കാര്യം പറയുന്നുണ്ട്. ചെടികളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ചെറിയ പുഴുക്കുത്തുകൾ എന്നിവയൊക്കെ മാറ്റാനായിട്ട് നീം ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വേപ്പിൻ പിണ്ണാക്കും വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു വളമാണ് തേയിലമട്ടി അഥവാ ടീ വേസ്റ്റ്. തേയിലമട്ടി അഥവാ ടീ വേസ്റ്റ് റോസ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ മുല്ലയ്ക്കും വളരെ നല്ലൊരു വളമാണ്. ഒരു ദിവസം 1ൽ കൂടുതൽ ചായ കുടിക്കുന്നവരാണെങ്കിൽ തേയിലമട്ടി ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചിട്ട് ആ ദിവസത്തിൻ്റെ അവസാനം, അതായത് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ആ തേയിലമട്ടി വെള്ളത്തിലൊഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികളുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല വേനൽക്കാലത്ത് തേയിലമട്ടി നമുക്കൊന്ന് ഉണക്കി സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വർഷം തോറും റോസിനും മുല്ലയ്ക്കുമുള്ള ഒരു നല്ല വളമായിട്ട് യൂസ് ചെയ്യാം. ചെറിയ ക്വാണ്ടിറ്റി തേയിലമട്ടിയെ നമുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് പഴത്തിൻ്റെ തൊലിയാണ്. പഴത്തിൻ്റെ തൊലിയിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെടികൾക്ക് വളരെ നല്ലൊരു വളമായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം, അതായത് 24 മണിക്കൂറിന് ശേഷം ആ വെള്ളം
ചെടികളുടെ കടയ്ക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും. ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഡൈല്യൂട്ട് ചെയ്യാറുള്ളത്. പഴത്തൊലി ഒന്ന് മിക്സിയിലിട്ട് അരച്ച് ചെടികളുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഞാൻ ഈ കാണിക്കുന്ന വളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെടികൾക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. നീം ഓയിൽ ആമസോണിൽ നിന്ന് വാങ്ങണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഈ വീഡിയോൻ്റെ അടുത്ത ഭാഗം ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹലോ ആൻഡ് താനു. ബൈ.